നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മുങ്ങിയ കപ്പൽ MSC എൽസ 3 ഇന്ധന ചോർച്ച അടയ്ക്കുന്നത് പൂർത്തിയായി. ഇന്ധന ചോർച്ച പൂർണ്ണമായി അടച്ചതായി അധികൃതർ. വീണ്ടെടുക്കാൻ സാധിക്കാതെ വോയേജ് ഡാറ്റ റെക്കോർഡർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി എന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വരുമാനം വർദ്ധിക്കുമ്പോഴും വികസനത്തിൽ പിന്നോട്ടടിച്ച് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയത് 11,23,00,000 രൂപ. ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. RPF യൂണിറ്റ് എന്ന ആവശ്യവും നടപ്പായിട്ടില്ല. കാലവർഷം ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും 14.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിക്കിടക്കുന്ന MSC എൽസ 3 ഇന്ധന ചോർച്ച അടയ്ക്കുന്നത് പൂർത്തിയായി. അതേസമയം കപ്പൽ മുങ്ങുന്നതിന് കാരണമായ വിവരം ലഭിക്കുന്നതിന് സഹായകമായ വോയേജ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹെവി ഫ്യൂവൽ ഓയിൽ ടാങ്ക് 22ന്റെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ചയടയ്ക്കാൻ കഴിഞ്ഞതോടെ ഇന്ധന ചോർച്ച പൂർണ്ണമായി അടച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. മെയ് 25-ന് കപ്പൽ മുങ്ങിയതിനു ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങളിൽ കപ്പൽ കമ്പനിക്കും അവർ നിയോഗിച്ച T&T സാൽവേജ് കമ്പനിക്കും ഗുരുതര വീഴ്ചകൾ സംഭവിച്ചെന്നും പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ കഴിഞ്ഞ ദിവസം ഇരു കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 15 ടാങ്കുകളിൽ നിന്നായി 24-26 ദിവസം കൊണ്ട് ഇന്ധനം നീക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ സാൽവേജ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹെവി ഫ്യൂവൽ ഓയിൽ ടാങ്ക് 22ന്റെ ചോർച്ചയ്ക്ക് പുറമെ ടാങ്ക് 16-ലും 17-ലുമുള്ള ചോർച്ചയും അടച്ചു. ടാങ്ക് 24ന്റെ സൗണ്ടിംഗ് പൈപ്പ് നഷ്ടപ്പെട്ട പ്രശ്നവും പരിഹരിച്ചു. ടാങ്ക് 20, 22, 25, 26, 27 എന്നിവയുടെയും ഇൻസിനറേറ്ററിന്റെയും ക്യാപ്പിംഗും പൂർത്തിയായി. ഇന്ധന ചോർച്ച ഉണ്ടായിരുന്ന ഹെവി ഫ്യൂവൽ ഓയിൽ ടാങ്ക് 22, 23 എന്നിവയുടെയും തകരാർ പരിഹരിച്ചു. ഇന്ധന ചോർച്ച തടയുന്നതിന്റെ ഭാഗമായി കപ്പൽ മുങ്ങിയ ഭാഗത്തെത്തിയ ഡൈവിംഗ് സപ്പോർട്ട് യാനമായ സീമാക് 3 സാച്ചുറേഷൻ ഡൈവിംഗ് ഒരുക്കങ്ങൾക്കായി കൊച്ചിയിൽ തിരിച്ചെത്തി. 51 മീറ്റർ അടിയിൽ കിടക്കുന്ന കപ്പലിലെ ടാങ്കിൽ നിന്ന് ഇന്ധനം നീക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാച്ചുറേഷൻ ഡൈവിംഗ് കൂടിയേ കഴിയൂ. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് 3 ദിവസം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനുള്ള ഉപകരണങ്ങളിൽ മിക്കതും എത്തിയതായും ബാക്കിയുള്ളവ കസ്റ്റംസ് ക്ലിയറൻസ് കഴിയാൻ കാത്തിരിക്കുന്നു എന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ധനം നീക്കുന്നതിന് 24 ദിവസമാണ് സാൽവേജ് കമ്പനി അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇതിനായുള്ള 2 പദ്ധതികൾ സമർപ്പിക്കാൻ ഡിജി ഷിപ്പിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മെച്ചപ്പെട്ടതാണെങ്കിൽ എങ്ങനെയായിരിക്കും ജോലികളെന്നും മൺസൂൺ കടുക്കുകയും കാലാവസ്ഥ മോശമാവുകയും ചെയ്താൽ എന്താണ് പദ്ധതി എന്നുമുള്ള 2 പദ്ധതികളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാച്ചുറേഷൻ ഡൈവിംഗിനുള്ള ആധുനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതിലടക്കമുള്ള കാലതാമസം മൂലം നിശ്ചയിച്ച തീയതികളിലൊന്നും പ്രവൃത്തികൾ തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് ഡിജി ഷിപ്പിംഗ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാട്ടി കത്തയച്ചത്. തീരപ്രദേശത്തെ ശുചീകരണ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കപ്പലിൽ നിന്ന് താഴെ പോയ 58 കണ്ടെയ്നറുകൾ ഇതുവരെ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. കൊല്ലം, കന്യാകുമാരി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ തീരത്തളിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. രാമേശ്വരത്ത് 22 പേരാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇവിടെ കൂടുതൽ ആളുകളെ നിയോഗിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഡോക്ടർ BR അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല ഹാളിൽ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, ചികിത്സാ സഹായം, അവാർഡ് വിതരണം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ലാലാജി സ്മാരക ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 134 പേർക്ക് വിവിധ സഹായങ്ങൾ വിതരണം ചെയ്തു.
ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, ചികിത്സാ ധനസഹായം, വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം, വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഡോക്ടർ BR അംബേദ്കർ അവാർഡുകളും വിതരണം ചെയ്തു. നവോത്ഥാന തുടർ പ്രവർത്തനത്തിന് സൗത്ത് ഇന്ത്യൻ R വിനോദിനും, പരിസ്ഥിതി, കായികം, ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽ ബോസിനും, ജീവകാരുണ്യ പ്രവർത്തനത്തിന് മെഹർഖാൻ ചെന്നല്ലൂരിനും അവാർഡുകൾ സമ്മാനിച്ചു. സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അവയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറാകും. അതിനുള്ള ഒരു ആഹ്വാനമാണ് വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണക്ക് നോക്കിയപ്പോൾ 33,000 നിയമനങ്ങളാണ് താൽക്കാലിക ഒരു വർഷം നടത്തുന്നത്. 33,000 നിയമനങ്ങളാണ്. താൽക്കാലിക നിയമനങ്ങൾ സംവരണം പാലിക്കേണ്ട കാര്യമില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സംവരണമുണ്ട്. 33,000 പേരെ ഓരോ കൊല്ലവും സംവരണം ഇല്ലാതെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് സ്വന്തക്കാരെ, ബന്ധപ്പെട്ടവരെ, ബന്ധുക്കളെ ഇത് ഏത് ഗവൺമെന്റ് കളിച്ചാലും സംവരണ തത്വങ്ങൾ പാലിക്കണമെന്ന കാര്യത്തിൽ ബോബൻ ജിനാഥ് അധ്യക്ഷത വഹിച്ചു. ചൂളൂർ ഷാനി സ്വാഗതം പറഞ്ഞു. PK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പോച്ചയിൽ നാസർ സഹായ വിതരണം നിർവഹിച്ചു. KC രാജൻ, അനിൽ S കലേലി ഭാഗം, LK ശ്രീദേവി, KG രവി, ബിന്ദു ജയൻ, നീലികുളം സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിംസ എന്ന് പറയുന്നത്, ജാതിയുടെ യഥാർത്ഥ ഹിംസ എന്ന് പറയുന്നത് അവകാശങ്ങളെ നിഷേധിക്കലാണ്. ഭൂമിയുടെ മേലുള്ള, സമ്പത്തിനു മേലുള്ള, ജ്ഞാനത്തിനു മേലുള്ള, തുല്യ അവകാശങ്ങൾക്ക് മേലുള്ള ജനതയുടെ അധികാരത്തെ നിഷേധിക്കുകയാണ് ജാതി ചെയ്തത്. പിന്നീട് ജാതി നിർമൂലനത്തിൽ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ദളിതരുടെ ഈ സാമൂഹിക ക്രമം മാറ്റാതെ പുരോഗതി അടക്കം യാതൊന്നും നിങ്ങൾക്ക് കരഗതമാക്കുവാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുതുപിലാക്കാട് ഗവൺമെന്റ് LV-LP സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. ശാസ്താംകോട്ട MTMM മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. മുതുപിലാക്കാട് ഗവൺമെന്റ് LV-LP സ്കൂളിന്റെയും ശാസ്താംകോട്ട MTMM ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗജന്യ മരുന്ന് വിതരണവും മാതാപിതാക്കൾക്ക് ബോധവൽക്കരണവും ഇതോടനുബന്ധിച്ച് നടത്തി. വാർഡംഗം ഉഷാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മുടെ കുട്ടികളെ കഴിവതും കളിക്കാതൊക്കെ വിടരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. നമ്മുടെ MTM ഹോസ്പിറ്റലിൽ ഒരുപാട് ക്യാമ്പുകളൊക്കെ നടത്തി നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഈ ആശുപത്രിയിൽ ചികിത്സയാണ്. ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് ഉൾപ്പെടെ ഈ MTM ഹോസ്പിറ്റലിലാണ്. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ രാജ് ക്യാമ്പിന് നേതൃത്വം നൽകി. വാർഡംഗം ഉഷാകുമാരി, സ്കൂൾ പ്രഥമാധ്യാപിക സരസ്വതിയമ്മ, SMC ചെയർമാൻ അജയ് ഘോഷ്, ആശുപത്രി ട്രഷറർ അനിൽ മത്തായി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എബ്രഹാം M വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾക്കൊക്കെ അറിയാം, MTM മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ ഉണ്ണികൃഷ്ണൻ സാറിന് ഇപ്പോഴും ഈ പ്രദേശത്ത് ആകമാനം ആരാധകർ ഉണ്ടെന്നുള്ളതാണ്. സാറിന് ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും പ്രഗത്ഭനായ പീഡിയാട്രീഷ്യനാണ് അരുൺ സാർ. സാറ്റർഡേ കൂടി ആയതുകൊണ്ട് വീടുകളിലൊക്കെ ഓരോരുത്തർ യാത്രകൾ പോവുകയും പിന്നെ ഇന്നത്തെ സാഹചര്യം മഴയും കറണ്ടൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത ആഴ്ച കൂടി ചിലപ്പോൾ അതിനനുസരിച്ചുള്ള കുട്ടികൾ എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെ ഈ ചടങ്ങിലേക്ക് എല്ലാവിധമുള്ള ആശംസകളും. 21 വരെ ക്യാമ്പ് തുടരും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി ആരോപിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ അഴിമതി ആരോപിച്ചാണ്
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അഞ്ചൽ ചന്തമുക്കിൽ നിന്നും പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. പ്രതിഷേധ യോഗം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നിയോജകമണ്ഡലത്തിന്റെ ആസ്ഥാനം പുനലൂരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പുനലൂർ മധു MLA ആയിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പല വേദികളിലും പറയുന്ന ചില വാചകങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പുനലൂരിനേക്കാളേറെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പുനലൂരിന്റെ തലസ്ഥാന നഗരിയാകാൻ ഏറ്റവും യോഗ്യത ഉള്ളത് അഞ്ചൽ പഞ്ചായത്തിനാണ്. വളർന്നു വരുന്ന അഞ്ചൽ പഞ്ചായത്തായിരിക്കും ഭാവിയിൽ ഈ പുനലൂർ നിയോജകത്തിലെ ഏറ്റവും വലിയൊരു പട്ടണവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അടക്കമുള്ള അത് കടന്നു വരുമെന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ഒരു അഞ്ചൽ പഞ്ചായത്തിന് നമ്മൾ പ്രതീക്ഷിച്ചൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം ഒരുപാട് കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങളും രാഷ്ട്രീയതര കാരണങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ചും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമുള്ള ഭരണസമിതിയാണ്, പ്രത്യേകിച്ചും CPM നടത്തുന്ന ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ARM സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഷെറിൻ അഞ്ചൽ, തോയിത്തല മോഹനൻ, അഗസ്ത്യക്കോടി രാധാകൃഷ്ണൻ, ഷഹീർ കാര്യത്ത്, ഷാഹുൽ ഹമീദ്, അഖിൽ ബാബു, അഡ്വക്കേറ്റ് സജീവൻ, ബിനോയ്, ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വിളക്കുവെട്ടത്താണ് ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത്. പുനലൂർ നഗരസഭയിലെ വിളക്കുവെട്ടത്താണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. വിളക്കുവട്ടം ജംഗ്ഷനിൽ ആരംഭിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു. പക്ഷേ എപ്പോഴും നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ആളുകളുടെ ആവശ്യങ്ങൾ വേണ്ടത്ര രീതിയിൽ പരിഹരിക്കപ്പെടുന്നില്ല എന്ന പരാതി ഉയരുമ്പോഴും അതൊരു താലൂക്ക് ഹോസ്പിറ്റലാണ് എന്നുള്ള ഒരു സംഗതി നമ്മൾ എപ്പോഴും മറന്നു പോവുകയാണ്. ഇത് താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന് കൃത്യമായ രീതിയിലുള്ള സ്റ്റാഫ് പാറ്റേണും ഒക്കെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നഗരസഭ കൂടി ഇടപെട്ടുകൊണ്ട് HMCയുടെ ഫണ്ട് വെച്ചുകൊണ്ട് മതിയായ രീതിയിലുള്ള ജീവനക്കാരെ അവിടെ ജോലിക്ക് നിർത്തിക്കൊണ്ടാണ് ആ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വസ്തുത നമ്മൾ മറന്നു പോകൂടാ. ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 29 മെഷീനുകളാണ് അവിടെ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ പോലും ഒരു താലൂക്ക് ഹോസ്പിറ്റലിലും ഇത്രയധികം ഫെസിലിറ്റീസ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരെണ്ണം കൂടി നമ്മുടെ MLAയുടെയും സർക്കാരിൻ്റെയും കൂടെ ശ്രമഫലമായി നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് സാഹചര്യമുണ്ട്. വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാളെ മുതൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുനലൂർ നഗരസഭ യഥാർത്ഥത്തിലൂടെ ദിനേശ് സാർ സൂചിപ്പിച്ചു. ഏതാണ്ട് 2 വർഷക്കാലത്തിന് മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു ആശുപത്രി സ്ഥാപിക്കണമെന്നും ഈ നഗരത്തിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തോട്ടത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഉച്ചയ്ക്ക് അവരുടെ നാഭിക കഴിഞ്ഞ് വന്ന് അത്യാവശ്യം പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വളരെ സൗജന്യത്തോടുകൂടി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആശുപത്രി നമ്മുടെ നാട്ടിൽ വരുന്നു. ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ പുനലൂർ നഗരസഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾക്കതിൽ ഭരണസമിതി അംഗങ്ങളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കതിലൊരു സന്തോഷം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു MS റിപ്പോർട്ട് അവതരിപ്പിച്ചു. വസന്ത രഞ്ജൻ സ്വാഗതം പറഞ്ഞു. കൗൺസിലർ അജിത പ്രതാപൻ പ്രതിഭകളെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പിള്ള, അഡ്വക്കേറ്റ് PA അനസ്, ബിനോയ് രാജൻ, K കനകമ്മ, മുൻ വൈസ് ചെയർമാൻമാരായ VP ഉണ്ണികൃഷ്ണൻ, D ദിനേശൻ, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഓമനക്കുട്ടൻ,
സുഭാഷ് ജിനാഥ, വിഷ്ണുദേവ്, കെ ജയകുമാർ, ഡോക്ടർ ദേവകിരൺ, വിജയശ്രീ, നഗരസഭാ സെക്രട്ടറി എസ് സുമയ്യ ബീബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മയ്യനാട് പഞ്ചായത്ത് കളിസ്ഥലം നിർമ്മിക്കാനായി സ്ഥലം വാങ്ങിയിട്ടും നിർമ്മാണത്തിന് നടപടിയില്ല. മയ്യനാട് കാവടിവയലിലാണ് 30 വർഷം മുൻപ് സ്ഥലം വാങ്ങിയത്. മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രഖ്യാപിച്ചെങ്കിലും സ്റ്റേഡിയം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പാണ് കളിസ്ഥലം നിർമ്മിക്കുന്നതിനായി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് കാവടിവയലിൽ ഭൂമി വാങ്ങിയത്. ഈ സ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ ഒരു കളിസ്ഥലം നമുക്ക് എപ്പോഴായാലും ഒരു അത്യാവശ്യമാണ്. പഞ്ചായത്തിന്റെ പേരിലായാലും നമ്മളൊരു സ്ഥലത്തൊരു സ്റ്റേഡിയമോ കളിസ്ഥലമോ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കളിക്കാനും ഒരു എന്റർടൈൻമെന്റ് ആവും. അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾ വേറുള്ള പ്രവൃത്തിയിലോട്ടും കഞ്ചാവിന്റെ അടിമയിലോട്ടും വേറുള്ള പ്രവൃത്തികളിലോട്ടൊക്കെ പിള്ളേർ കിടക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ അതിൻ്റെതായ രീതിയിൽ കളിസ്ഥലമാക്കി ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പിള്ളേർ പോകും. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് പിള്ളേർ വഴിതെറ്റി പോകുന്നതും ഓരോരോ പ്രവൃത്തികളിൽ ചെന്നപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാവുന്നതും. വേനൽക്കാലത്ത് ഫുട്ബോൾ ടൂർണമെന്റുകൾ ഇവിടെ നടക്കാറുണ്ട്. മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറും. ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകി പോകാറില്ല. മിനി സ്റ്റേഡിയം അപാകതകൾ പരിഹരിച്ച് നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട്ടമ്മയെ കാണാതായതായി പരാതി. കായംകുളം പത്തിയൂർ കണ്ണമ്പള്ളി ഭാഗം സ്വദേശി രഞ്ജിനിയെയാണ് കഴിഞ്ഞ 11 മുതൽ കാണാതായത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ 3 ദിവസമായി കാണാതായ വീട്ടമ്മയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ കണ്ണപ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ വിനോദിന്റെ ഭാര്യ 45 വയസ്സുള്ള രഞ്ജിനിയാണ് കാണാതായത്. കഴിഞ്ഞ 11-ാം തീയതി മുതലാണ് ഇവരെ കാണാതായത്. രഞ്ജിനി സെക്രട്ടറി ആയിട്ടുള്ള കുടുംബശ്രീയിൽ നിന്നും അതിലെ ഒരു അംഗത്തിന് 25,000 രൂപ വായ്പയെടുക്കാനായി കാനറ ബാങ്കിന്റെ കായംകുളം ശാഖയിൽ പോയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ബുധനാഴ്ച പുള്ളിക്കാരി ലോണിന് പോകണമെന്ന് പറഞ്ഞ് രഞ്ജിനെ വിളിക്കുന്നത്. അന്നേരം രഞ്ജിനി പറഞ്ഞ് അക്ക എങ്ങോട്ട് പോയിക്കോ, ബാങ്കിലോട്ട് പോയിക്കോ, ഞാൻ വന്ന് അവിടോട്ട് വന്ന് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ബാങ്കിൽ ചെന്നിരുന്ന് 12:30 ആയപ്പം കാണാത്തന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതാ അക്ക വരും, പെട്ടെന്ന് വരുമായിരിക്കും, പറഞ്ഞതല്ലേ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതും കഴിഞ്ഞ് ഒത്തിരിയും കഴിഞ്ഞിട്ടും ചെന്നില്ല. 1 മണി ആയപ്പം പുള്ളിക്കാരി പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാങ്കിലിരിക്കുക അങ്കമ്മ, ഇതുവരെ ആയിട്ടും രഞ്ജിനി വന്നില്ല, എങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്കറിയത്തില്ലൊക്കെ, എന്തോന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും രഞ്ജിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവർ തിരിച്ച് 1 മണി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചിഞ്ഞു പോയിരുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ഇങ്ങനെ രഞ്ജിനെ കാണുന്നില്ലെന്നൊക്കെ ഞാൻ അറിയുന്നത്. ബന്ധുവീട്ടിലടക്കം രഞ്ജിനിയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവുമില്ല. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി. ഭർത്താവ് വിനോദ്, 2 മക്കൾ, രഞ്ജിനിയുടെയും വിനോദിന്റെയും അമ്മമാർ എന്നിവരടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പെറ്റീഷൻ കൊടുത്ത് പിന്നെ ലൊക്കേഷൻ സ്കെച്ച് എടുത്ത് എല്ലാം എടുത്ത് വന്നപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്ന പുല്ലുളങ്കര ടവറാണ് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ മോള് വന്നപ്പോൾ മോളുടെ ബുക്കിൻ്റെ ഇടയ്ക്ക് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചേക്കും. അങ്ങനെയാണ് ഞങ്ങളെന്താ തെറ്റ് ചെയ്ത്? വല്ലവരുടെയും കാശ് അത് പോട്ടെ, അത് പരിഹാരമില്ലാത്ത കാര്യമല്ല, ആർക്കായാലും പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. എന്തുവായാലും തിരിച്ചു വരിക, പിള്ളേരെ തിരിച്ചു വരിക, കാശ് ഞങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടുതോളാം. എനിക്കിത് പറയാനുള്ളൂ. ഞാൻ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അതുകൊണ്ട് രഞ്ജിനി എത്രയും പെട്ടെന്ന് എത്ര രൂപ കടം ഉണ്ടെങ്കിലും ഇനി പിള്ളേരെ ഓർത്തെങ്കിലും ഇനി വരാം. രഞ്ജിനി, നമ്മളെല്ലാം ഒരുപോലെ ഇവിടെ കുടുംബശ്രീ നടത്തിക്കൊണ്ട് പോകാനല്ലേ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇയാൾ എത്രയും പെട്ടെന്ന് പിള്ളേരെ ഓർത്ത് വിനോദിനെ ഓർത്ത് ഇയാൾ പോകാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, കായംകുളം. വരുമാനം വർദ്ധിക്കുമ്പോഴും വികസനത്തിൽ പിന്നോട്ടടിച്ച് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. 11,23 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്റ്റേഷൻ നേടിയത്. ഇതേ തുടർന്ന് NSD4 വിഭാഗത്തിലേക്ക് സ്റ്റേഷൻ ഉയർത്തപ്പെട്ടു. എന്നാൽ ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെടുന്നില്ല. RPF യൂണിറ്റ് എന്ന ആവശ്യവും നടപ്പായിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ മൊത്തം യാത്രക്കാരുടെ എണ്ണം 44,26,229 ആണ്. റിസർവേഷൻ ബുക്കിംഗിൽ നിന്നുള്ള വരുമാനം 8,73,00,000
52,181 രൂപയും സീസൺ ടിക്കറ്റിൽ നിന്നുള്ളത് 27,803 രൂപയുമാണ്. വരുമാനത്തിന്റെയും യാത്രക്കാരുടെ എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ NSD4 വിഭാഗത്തിലേക്ക് ഉയർത്തിയിരുന്നു. എന്നാൽ ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് വേണമെന്നതുൾപ്പെടെ പല ആവശ്യങ്ങളും ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒരു ദിവസം ഇത്രമാത്രം യാത്രക്കാർ വന്നു പോവുകയും ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നിടത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പോലും സ്റ്റോപ്പില്ല എന്നുള്ള വളരെ ദയനീയമായ അവസ്ഥയാണ് കരുനാഗപ്പള്ളിയിൽ. ഇത് മാറ്റിയെടുക്കുവാൻ പ്രദേശത്തുള്ള സംഘടനാ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അവരുടെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെയും കൂടി ഫലമായിട്ട് മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നാണ് ആക്ഷൻ കൗൺസിൽ വിശ്വസിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മാംഗ്ലൂർ രാജ്യറാണി എക്സ്പ്രസ്സുകളുടെ സ്റ്റോപ്പ്, തെക്കോട്ടുള്ള സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കും. രണ്ടാമതായിട്ട് കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് ആവശ്യപ്പെടുന്ന ചെന്നൈ മെയിൽ, കേരള തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് അടിയന്തരമായി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളാണ്, അത് ഇവിടെ നിർത്തണം. തീവണ്ടികൾക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ ലൂപ്പ് ട്രാക്ക് കടക്കണമെന്നതാണ് ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിലെ പ്രധാന തടസ്സം. ലൂപ്പ് ട്രാക്കുകൾ കടക്കുന്നതിനായി തീവണ്ടിയുടെ വേഗം കുറയ്ക്കണം. ഇത് സമയനഷ്ടത്തിന് കാരണമാകുന്നു. ലൂപ്പ് ട്രാക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരവുമാകൂ. ഇതിനായുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണമായും മേൽക്കൂര സ്ഥാപിക്കണമെന്നതും വർഷങ്ങളായുള്ള ആവശ്യമാണ്. സ്റ്റേഷനിൽ RPFന്റെ യൂണിറ്റ് അനുവദിക്കണമെന്ന ആവശ്യവും നടപ്പായിട്ടില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും എടുക്കാതെ ഒട്ടേറെ പേരാണ് രാത്രിയിൽ സ്റ്റേഷനിലെത്തുന്നത്. ഇത് പരിശോധിക്കാൻ നിലവിൽ കാര്യമായ സംവിധാനങ്ങളുമില്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ തീവണ്ടികളിൽ പലതും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാലവർഷം ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച 5 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ചൊവ്വാഴ്ച 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല നടത്തി. ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി UP ക്ലാസുകളിലെ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. കായംകുളം ഗവൺമെന്റ് UP സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കുട്ടികളിലെ അഭിരുചി കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ എത്ര പച്ചരി എടുക്കണം, എത്ര ഉഴുന്നെടുക്കണം എന്നൊക്കെ അമ്മയ്ക്കൊക്കെ ചെയ്യത്തില്ലേ? അത് കൃത്യമായ അളവിലല്ലെങ്കിൽ എന്തായി മാറും? അത് വേറൊരു രൂപം മാറും അല്ലേ? ചിലപ്പോൾ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. കൃത്യമായ അളവിലല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇതെല്ലാം കൃത്യമായ അളവിലും സുഖത്തിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയൂ. ആ കാര്യത്തിൽ നിങ്ങൾ ഈ വ്യത്യസ്തമായ അഭിരുചിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യതയും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ഈ സംവിധാനങ്ങൾ കൂടെ കഴിയും. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി UP ക്ലാസുകളിലെ കുട്ടികൾക്കായി നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രഥമാധ്യാപകൻ VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാഹിദ N സ്വാഗതം പറഞ്ഞു.
BPC ബിന്ദുമോൾ V പദ്ധതി വിശദീകരിച്ചു. ക്ലസ്റ്റർ കോർഡിനേറ്റർ രാജലക്ഷ്മി K നന്ദി അർപ്പിച്ചു. 37 വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പല ഗ്രൂപ്പുകളിലായി വിദ്യാർത്ഥികളെ തിരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പല ആകൃതിയിലുള്ള മേശകൾ നിർമ്മിക്കുക വഴി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ശില്പശാലയിലൂടെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള ജീവിത നൈപുണികളും തൊഴിൽ നൈപുണികളും ആർജിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. NCC അംഗങ്ങൾക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരു പാസിംഗ് ഔട്ട് പരേഡുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി കാണത്തില്ല. ഇങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളിലും ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് ഉയർന്നു പെരുമാറുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ചിട്ടയായ പരിശീലനത്തിലൂടെ ശരിക്കും അർത്ഥമാക്കുന്നത്. പലപ്പോഴും അതികഠിനമായ വെയിലത്താണ് നിങ്ങൾക്ക് പരേഡുകൾ ചെയ്യേണ്ടി വരുന്നത്. പ്രാക്ടീസ് ചെയ്തതും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, മിക്ക പാസിംഗ് ഔട്ട് പരേഡുകളും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതികൂല വെള്ളം നിറഞ്ഞ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പിരിമുറുക്കമൊക്കെ ഇരിക്കുന്ന അധ്യാപകർക്കും പരിശീലിപ്പിച്ചവർക്കും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിമനോഹരമായി തന്നെ നിങ്ങൾക്ക് ഈ പാസിംഗ് ഔട്ട് പരേഡുകൾ നിർവഹിക്കുവാൻ സാധിച്ചു. അത് കാണുന്ന ഓരോരുത്തർക്കും, പ്രേക്ഷിച്ചും നിങ്ങളെ രക്ഷകർത്താക്കൾക്കും ഞങ്ങൾ ജനപ്രതിനിധികൾക്കും എല്ലാം മനം കുളിരുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്കെല്ലാം സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, SPC കൊല്ലം സിറ്റി ADNO B രാജേഷ്, ചവറ സബ് ഇൻസ്പെക്ടർ അസരീഫ് ഷെഫീഖ്, എലിസബത്ത് ഉമ്മൻ, ബിനൂബ്, ആനന്ദ് ജോഡ്സില, GGI S രാജേന്ദ്രൻ, അസീം, റിനു, അധ്യാപകരായ സിൽവി ചാക്കോ, റോജ മാർക്കോസ്, ഉണ്ണികൃഷ്ണൻ V, മായ ഭാർഗവൻ, C സുഗണൻ, പ്രീത, ആതിര തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്തതായി സൈമൺ. MLA സൂചിപ്പിച്ചതുപോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന നിഷ്ഠാബദ്ധമായ ഒരു മനസ്സോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി പോകാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ SPC കേഡറ്റ്സ് എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിന് സാധിക്കും. നാം ഇവിടെ കുറച്ചുള്ള പ്രതിജ്ഞയിൽ പ്രധാനമായും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയും പ്രകൃതിയോടുള്ള സ്നേഹവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സദാ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതോടൊപ്പം ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളിയിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു തലമുറയുടെ സംരക്ഷകരായി നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. നമ്മുടെ കലാലയങ്ങളിൽ പൂർണ്ണമായും ലഹരിമുക്തമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയണം. കാരണം സമൂഹത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ സാഹചര്യത്തിലും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ എണ്ണപ്പെട്ടവരാണ് ഇന്ന് ഈ പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡിലേക്ക് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. മുങ്ങിയ കപ്പൽ MSC എൽസ 3 ഇന്ധന ചോർച്ച അടയ്ക്കുന്നത് പൂർത്തിയായി. ഇന്ധന ചോർച്ച പൂർണ്ണമായി അടച്ചതായി അധികൃതർ. വീണ്ടെടുക്കാൻ സാധിക്കാതെ വോയേജ് ഡാറ്റ റെക്കോർഡർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി എന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്.
വരുമാനം വർദ്ധിക്കുമ്പോഴും വികസനത്തിൽ പിന്നോട്ടടിച്ച് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയത് 11,23,00,000 രൂപ. ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. RPF യൂണിറ്റ് എന്ന ആവശ്യവും നടപ്പായിട്ടില്ല. കാലവർഷം ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.